بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين. അപ്പോൾ എപ്പോഴും ഇൽമുകൊണ്ട് ജോലിയാവുക, ഇൽമുകൊണ്ട് ജോലിയാവുമ്പോൾ ഇൽമിലുള്ള ലദ്ദത്ത് കിട്ടും. മഹാനായ മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് അവരെ കാണപ്പെട്ടു. ഖീല പറയപ്പെട്ടു, റുഇയ മുഹമ്മദുൻ ഫിൽ മനാമി, മുഹമ്മദിനെ കാണപ്പെട്ടു. മരിച്ചതിന് ശേഷം മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറയുന്ന വലിയ മഹാനാണ്. മരിച്ചതിന് ശേഷം ഓരെ കാണപ്പെട്ടപ്പം എങ്ങനെയൊക്കെ ഉണ്ട് ഹബീബേ, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാ? നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ റൂഹിനെ പിടിക്കുമ്പോൾ വല്ലാത്ത വേദനയൊക്കെ ഉണ്ടായിരുന്നോ? ആ സന്ദർഭമല്ലേ അല്ലാഹു തആല നമ്മളെ സക്രാത്തിന്റെ ആള് വാക്കാക്കി തരട്ടെ. കൈഫ കുന്ത, നിങ്ങൾ എങ്ങനെയായിരുന്നു? ഫി ഹാലിൻ നസ, നിങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന സന്ദർഭം നിങ്ങൾ എങ്ങനെയായിരുന്നു? മൂപ്പര് പറയാ, ഞാൻ മുക്കാത്തബായ അടിമയുടെ മസാലയിൽ ഇങ്ങനെ ഫഖാല കുന്തു മുതഅമ്മിനൻ ഫീ മസ്അലത്തിൻ മിൻ മസായിലിൽ മുകാത്തബ്, മുക്കാത്തബായ അടിമയുടെ മസാല ഇങ്ങനെ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫലം മശൂർ, ഞാൻ അറിഞ്ഞില്ല. ഷുഊർ എന്ന് പറഞ്ഞാൽ അതിനൽ ഇൽമിനാണ് ഷുഊർ എന്ന് പറയാം. തീരെ തന്നെ അറിഞ്ഞില്ല. ബി ഖുറൂജി റൂഹി, നമ്മളെ റൂഹ് പുറപ്പെട്ട നമ്മളെ അറിഞ്ഞില്ല. മനസ്സിലായി? നമ്മളാ മസാല കൊണ്ട് ജോലിയായി. മസാല കൊണ്ട് ജോലിയാൽ അള്ളാഹിന് തൃപ്തിയുള്ള കാര്യമല്ല, ഇൽമ കൊണ്ട് ജോലിയായി. അപ്പൊ അള്ളാഹിന്റെ തൃപ്തിയിൽ മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിങ്ങൾ ഈ സൂഫിയാക്കൾ ഇങ്ങനെ മങ്കാന കല ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ആഖിബത്ത് നല്ലോണം മരിക്കാന്നല്ലേ ഉള്ളൂ. ഇൽമുകൊണ്ട് ജോലിയായി മരിച്ച ഭയങ്കര കാര്യമില്ല. ഖീല പറയപ്പെട്ടു, ഇന്നോ ഈ മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു ഖാല പറഞ്ഞു, ഫി ആഖിരി ഉംരി, അവരുടെ അവസാനത്തെ ചക്രശ്വാസം വലിക്കുന്ന സന്ദർഭത്തിൽ അവര് പറഞ്ഞു, റൂഹിനെ പിടിക്കുന്ന ശഗലത്തിനി മസായിലുൽ മുകാത്തബ്, മുകാത്തബായ അടിമയുടെ മസാലകൾ എന്നെ ജോലിയാക്കി കളഞ്ഞു. മരിക്കാൻ നേരത്തൊന്നും അറിഞ്ഞില്ല. അനിൽ ഇസ്തിഅദാദ് ലിഹാദല്ലോ, ഈ ദിവസത്തേക്കൊന്നും ഒരുങ്ങി തയ്യാറാകാനൊന്നും സമയം കിട്ടിയില്ല. മനസ്സിലാകുമ്പോ പക്ഷെ പറഞ്ഞതൊക്കെ തവാദു എന്ന നിലയിൽ പറഞ്ഞു എന്ന് വെച്ചു കൊടുത്താൽ മതി. മനസ്സിലായോ? ഇനി ഇൽമിനെ ഹാസിലാക്കൽ എപ്പോഴാണെന്ന്, ഫസ്ലുൻ ഫീ വഖ്തി തഅശി, ഇൽമ ഹാസിലാക്കൽ എപ്പോഴാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വണ്ണമായ അനുഗ്രഹങ്ങളിലേക്കും അവന്റെ ശ്രേഷ്ഠതയിലേക്കും ഫളിലേക്കും മഹാനവറുകൾ എത്തുന്ന ആ വിഷയത്തെ ഒന്ന് വെളിവാക്കി തന്നതാണ്. ഇമാമുൽ ഉമ്മയാണ്, ഹുമാമുൽ മില്ലയാണ്. വലിയ ആളാണ് മുഹമ്മദ് ബിൻ ഹസൻ. അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ സക്രാത്ത് റാഹത്താക്കി തരട്ടെ. നമുക്കൊരു സന്തോഷമായിട്ട് മരിക്കണമല്ലോ. ഖീല വഖ്തു തഅല്ലുമി മിനൽ മഗ്ദി ഇലൽ ലഹദ്, തൊട്ടില് മുതൽ ഖബർ വരെയാണ്. ദഖല ഹസൻ ബിൻ സിയാദ് ഫി തഫഖുഹി, മഹാനായ ഹസൻ ബിൻ സിയാദ് തങ്ങൾ ഇൽമിൽ കടന്നു വന്നു. അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് അവര്. ഇത്തഫഖുഹി, ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ 8ാമത്തെ വയസ്സിലാണ് വന്നത്. ഈ 8ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ കയറിയതിന് ശേഷം ഫലം യബിത്ത് അലൽ ഫിറാശി 40 സന, 40 ദിവസം കിടന്നുറങ്ങിയിട്ടില്ല. 40 വർഷം. മാഷാ അല്ലാഹ്. മഹാനായ റയീസുലമായുടെ മകൻ, മൂത്ത മകൻ അബ്ദുള്ള ഉസ്താദ് വീട്ടിൽ നിന്ന് തലേനെടുത്തോണ്ട് വന്നു. പള്ളിയിൽ ഇയാസുന്നയിൽ തലേനെ പുതപ്പെടുത്തോണ്ട് വന്നു. അപ്പൊ വാപ്പ കണ്ടപ്പോ വാപ്പ ചോദിച്ചു മോനോട്, ഇവിടെ ഉറങ്ങാൻ നിങ്ങൾ ഉറങ്ങാൻ വന്നയാണെന്ന് ചോദിച്ചു. അതിനോട് ആ പുതപ്പും വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെന്തും കൊണ്ടുവച്ചു? തലേനെ വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ ഇൽമ അടിച്ചു. അബ്ദുള്ള സാഹിബ് ചെറിയൊരു കൂനലുണ്ട് എപ്പോഴും. ഈ ഇൽമ ഇങ്ങനെ നോക്കി പഠിച്ചു. അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോവുക, കിടന്നുറങ്ങത്തില്ല അതിന്റെ അർത്ഥം.
വളരെ അപൂർവമായി ഞാൻ കണ്ടിട്ടുള്ള ഒരു കടന്നുറങ്ങുന്നു. ഇപ്പോഴൊക്കെ ഉറങ്ങുമായിരിക്കാം, ഉണ്ടാവുക. മഹാനായ ഇമാം നബി തങ്ങളൊക്കെ സ്വപ്നം കണ്ട ആളാണ് അബ്ദുൽ ഉസ്താദ്, വലിയ ആളാണ്. ഇബാറത്തുകളെ ഹല്ല് ചെയ്തു തരാൻ നല്ല നല്ല ഹല്ലാണ്, നമുക്കിഷ്ടപ്പെട്ട ഹല്ലാണ്. ശൈഖുനാനം പറഞ്ഞ നല്ല ഹല്ല് ചെയ്തു തരും ഇബാറത്ത്. അങ്ങനത്തെ മനുഷ്യനാണ് അബ്ദുൽ ഉസ്താദ്. കിടന്നുറങ്ങില്ല. അപ്പൊ ഇങ്ങനെയാണ് മഹാനായ ആരാണിപ്പോ നമ്മൾ പറഞ്ഞത്? ഹസൻ ഇബ്നു സിയാദ്. ചില ആൾക്കാർ വീട്ടിൽ കിടന്നേ ഉറങ്ങുള്ളൂ, ഇല്ലേ? അല്ലേ? ഇത് ഉറങ്ങിയാൽ തന്നെ നല്ല പുതപ്പൊക്കെ വേണം, നല്ല വിരിപ്പൊക്കെ വേണം. ഇൽമ പഠിക്കുന്ന കുട്ടികൾ ഉറങ്ങോ? നമുക്കറിയില്ല. അല്ലാഹു അതിന് ഇൽമ പഠിക്കാന്ന് പറയാം. പിന്നെ 8ാമത്തെ വയസ്സിൽ ഇൽമ പഠിക്കാൻ വന്നതിന് ശേഷം പിന്നെ 40 വർഷം വരെ കിടന്നുറങ്ങിയില്ല. വാക്കുതലുള്ള ഔഖാത്തി, നല്ല സമയം, സമയത്തിൽ വെച്ച് ഏറ്റവും നല്ല സമയം ശറഹുശ് ശബാബ് ആണ്. ശറഹുശ് ശബാബ് അൽ മഗ്ദു അൽ ലഹദു, ലഹദ് ബിമാന ഖബർ എന്നാണ് അവർ പറയുക. കിടന്നുറങ്ങിയില്ല, ഉറങ്ങിയിട്ടേ ഇല്ല നേരെ വേണം. ലം യബിത്ത് അലൽ ഫിറാഷ് ബിമാന ലം യനം, ഉറങ്ങിയിട്ടേ ഇല്ല എന്ന്. യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സ്ഥലം, സമയം, ആ സമയമാണ് ഇൽമു പഠിക്കാൻ നല്ല സമയം. വഖ്ത സഹർ, അത്താഴ സമയം, ബൈനൽ ഇശാഇൻ, ഇശാ മഗ്രിബിന്റെ ഇടയിലും പാതിരാത്രിക്കൊക്കെ ഇൽമു പഠിക്കാൻ നല്ല സമയം. യംബഗി, അർജന്റാകും, അൻ യസ്തഗ്രിഖ ജമീഅ ഔഖാത്തിഹി, അവന്റെ സമയം മുഴുക്കെയും അവൻ ഇൽമു കൊണ്ട് ജോലിയാകൽ. ഇതാമല്ല അൻ ഇൽമി, ഒരു ഇൽമു പഠിച്ചിട്ട് മടിയുണ്ടെങ്കിൽ വേറെ ഇൽമു എടുക്കണം. യസ്തഗ്രിഖ ബി ഇൽമിൻ ആഖർ, മറ്റൊരു ഇൽമു കൊണ്ട് ജോലിയാകണം എന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങള് അങ്ങനെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടിയുണ്ടെങ്കിൽ പിന്നെ ആലോടത്തിന്റെ വൈദ്യുതി അടുത്തോണ്ട് നമ്മൾ ഓതാന്ന് പറയും. കാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതാമല്ല മിനൽ കലാമി, സംസാരത്തിൽ നിന്നും മലലുണ്ടാവുകയാണെങ്കിൽ യഖൂല് പറയും ഹത്തു ദീവാന ശുഅറാ, പാട്ടുകാരുടെ ഏടുകൾ എടുത്തോണ്ട് വരും, നല്ലതാ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വലിയ ആൾക്കാർ പഠിച്ചത്. കേട്ടാ, അങ്ങനെ പഠിച്ചല്ലോ. അങ്ങനെ അധ്വാനിച്ച് പഠിച്ചാൽ ഇൽമ കിട്ടുക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇൽമൊന്നും കിട്ടത്തില്ല. ഇൽമ കിട്ടണമെങ്കിൽ ലാ യുഅ്തീക ഖലീലൻ മിനൽ ഇൽമി, ലാ യുഅ്തിൽ ഇൽമു ഖലീലൻ മിൻഹു ഇല്ലാ തുഅ്തിയഹു കുല്ലകാന. ഇൽമിൽ നിന്നും ഒരല്പം നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ ഫുള്ളും അതിൽ നീ ചെലവഴിക്കണം. നമ്മൾ വലിയമാര് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയമാര് പന്ത് കളിയും മൊബൈലും, പിന്നെ ഉസ്താദന്മാരൊക്കെ മുമ്പ് വീട്ടിൽ പോകലും. ഉസ്താദന്മാർ വ്യാഴാഴ്ച ചിലപ്പോൾ 11 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്കേ പോകും. കുട്ടികൾ 10 മണിക്ക് തന്നെ, 9 മണിക്ക് തന്നെ സുബഹിക്ക് തന്നെ വീട്ടിൽ പോകും. പിന്നെ ഉസ്താദന്മാർ വീട്ടിൽ പോയിട്ട് ശനിയാഴ്ച രാവിലെ വരും. വലിയമാര് കുട്ടികൾ ഞായറാഴ്ച വൈകിട്ടൊക്കെ ആവും. കാരണം അവർക്ക് തിരക്കൂടും. ഉസ്താദനല്ല. ഈ കാലഘട്ടമാണ് അല്ലാഹ്